കാട്ടിലെ ഏറ്റവും ക്യൂട്ടായ കരടി, പക്ഷേ അതിൻ്റെ ജീവിതം അത്ര എളുപ്പമല്ല. ലോകത്തിലെ ഏറ്റവും ചെറിയ കരടി, മലേഷ്യയുടെയും തെക്കു കിഴക്കൻ ഏഷ്യയുടെയും മഴക്കാടുകളിൽ ജീവിക്കുന്ന ഈ അത്ഭുത ജീവി. യെസ്, സൺബിയർ. ദ റിയൽ ഫാക്ട് ഓഫ് സൺബിയർ. ലെറ്റ്സ് വെൽക്കം. സൺബിയർ ലോകത്തിലെ ഏറ്റവും ചെറിയ കരടി വർഗ്ഗങ്ങളിൽ ഒന്നാണ്. മലായ് കരടി എന്നും അറിയപ്പെടുന്ന ഈ ജീവി പ്രധാനമായും തെക്കു കിഴക്കൻ ഏഷ്യയിലെ മഴക്കാടുകളിലാണ് കാണപ്പെടുന്നത്. കറുത്ത നിറത്തിലുള്ള ശരീരവും നെഞ്ചിൽ സൂര്യനെ പോലെ തോന്നിപ്പിക്കുന്ന മഞ്ഞ നിറത്തിലുള്ള പടവുമാണ് ഇതിന്റെ പ്രധാന പ്രത്യേകത. അതുകൊണ്ട് തന്നെ ഇവയ്ക്ക് സൺബിയർ എന്ന പേര് ലഭിച്ചു. വലുപ്പത്തിൽ ചെറുതായിരുന്നാലും ശക്തിയിലും ചാബല്യത്തിലും ഈ കരടി ഏറെ മുന്നിലാണ്. ഇവയുടെ ജീവിതശൈലി പ്രകൃതിയുമായി അതീവ ബന്ധപ്പെട്ട് കിടക്കുന്നതും അതുല്യവുമാണ്. സൂര്യകരടികൾ സാധാരണയായി മലേഷ്യ, തായ്ലൻഡ്, ഇന്തോനേഷ്യ, മ്യാൻമർ തുടങ്ങിയ രാജ്യങ്ങളിലെ ദട്ടമായ വനങ്ങളിൽ ജീവിക്കുന്നു. കാടുകളുടെ ചൂടും ഈർപ്പവും നിറഞ്ഞ അന്തരീക്ഷം ഇവയ്ക്ക് ഏറ്റവും അനുയോജ്യമാണ്. ഇവ മിക്ക സമയവും ഒറ്റയ്ക്കാണ് ജീവിക്കുന്നത്. കൂട്ടമായി നടക്കുന്നതിനേക്കാൾ സ്വതന്ത്രമായ ജീവിതമാണ് ഇവ ഇഷ്ടപ്പെടുന്നത്. അമ്മയും കുഞ്ഞും ഒരുമിച്ച് കാണപ്പെടുന്നുണ്ടെങ്കിലും വളർച്ച എത്തിയ ശേഷം കുഞ്ഞുങ്ങൾ സ്വതന്ത്രരാകുന്നു. സൂര്യകരടികളുടെ ശരീരം കട്ടിയുള്ള കറുത്ത രോമങ്ങളാൽ മൂടപ്പെട്ടിരിക്കുന്നു. മഴക്കാടുകളിലെ ചൂടിൽ നിന്ന് സംരക്ഷിക്കാനും ശരീരതാപം നിയന്ത്രിക്കാനും ഈ രോമങ്ങൾ സഹായിക്കുന്നു. ഇവയുടെ നാവ് വളരെ നീളമുള്ളതാണ്. തേൻ, പുഴു, ചെറു കീടങ്ങൾ എന്നിവ ശേഖരിക്കാൻ ഈ നീളമുള്ള നാവ് ഉപയോഗിക്കുന്നു. ഹണിബിയർ എന്ന പേരിലും ഇവ അറിയപ്പെടുന്നു. ഭക്ഷണ രീതിയിൽ സൂര്യകരടികൾ സർവഭോജികളാണ്. പഴങ്ങൾ, തേൻ, കീടങ്ങൾ, ഉറുമ്പുകൾ, ചെറിയ ജീവികൾ, പക്ഷികളുടെ മുട്ടകൾ എന്നിവ ഇവയുടെ ഭക്ഷണത്തിൽ ഉൾപ്പെടുന്നു. കാടുകളിൽ ലഭിക്കുന്ന പഴങ്ങൾ ഭക്ഷിച്ച് വിത്തുകൾ പല സ്ഥലങ്ങളിലായി വിതറുന്നതിനാൽ വനസംരക്ഷണത്തിലും ഇവയ്ക്ക് പ്രധാന പങ്കുണ്ട്. പ്രകൃതിയിലെ വിത്ത് പ്രചാരണത്തിൽ ഇവ നിർണായക പങ്ക് വഹിക്കുന്ന ജീവികളാണ്. മരങ്ങളിൽ കയറുന്നതിൽ ഇവയ്ക്ക് അതിവിശേഷ കഴിവുണ്ട്. പലപ്പോഴും മരത്തിന്റെ മുകളിൽ കിടന്ന് വിശ്രമിക്കുന്നതും കാണാം. ശക്തമായ നഖങ്ങളും ഉറച്ച കാലുകളും ഇവയെ മരങ്ങളിൽ എളുപ്പത്തിൽ സഞ്ചരിക്കാൻ സഹായിക്കുന്നു. രാത്രി സമയത്താണ് ഇവ കൂടുതൽ സജീവമാകുന്നത്. അതിനാൽ ഇവയെ നോക്ടേണൽ ജീവികൾ എന്നും പറയുന്നു. രാത്രിയിൽ ഭക്ഷണം തേടിയും ഇവ വനത്തിൽ സഞ്ചരിച്ചും ഇവ സമയം ചെലവഴിക്കുന്നു. സൂര്യകരടികളുടെ ജീവിതത്തിൽ അമ്മയുടെ പങ്ക് വളരെ പ്രധാനമാണ്. പെൺകരടി സാധാരണയായി 1 അല്ലെങ്കിൽ 2 കുഞ്ഞുങ്ങളെ പ്രസവിക്കുന്നു. കുഞ്ഞുങ്ങൾ ജനിക്കുമ്പോൾ വളരെ ചെറുതും ദുർബലവുമാണ്. അമ്മ അവരെ സംരക്ഷിച്ച് ഭക്ഷണം കൊടുത്ത് വളർത്തുന്നു. ചെറുപ്പത്തിൽ തന്നെ മരത്തിൽ കയറാനും ഭക്ഷണം കണ്ടെത്താനും കുഞ്ഞുങ്ങൾ പഠിക്കുന്നു. അമ്മയുടെ കൂടെ ചില വർഷങ്ങൾ കഴിഞ്ഞ ശേഷം മാത്രമാണ് അവ സ്വതന്ത്രമായി ജീവിക്കാൻ തുടങ്ങുന്നത്. മഴക്കാടുകളിലെ പരിസ്ഥിതി സംരക്ഷണത്തിൽ സൂര്യകരടികൾക്ക് വലിയ പങ്കുണ്ട്. കീടങ്ങളെ നിയന്ത്രിക്കുന്നതിലും പഴങ്ങളുടെ വിത്തുകൾ പരത്തുന്നതിലും ഇവ സഹായിക്കുന്നു. അതിനാൽ വനത്തിൻ്റെ ആരോഗ്യകരമായ വളർച്ചയ്ക്ക് ഇവ അനിവാര്യമാണ്. എന്നാൽ ഇന്നത്തെ കാലത്ത് വനനശീകരണവും വേട്ടയാടലും കാരണം ഇവയുടെ എണ്ണം കുറയുകയാണ്. മനുഷ്യരുടെ കാടുകളിലേക്കുള്ള കടന്നുകയറ്റം ഇവയുടെ ആവാസ വ്യവസ്ഥയെ തകർക്കുന്നു. ചില പ്രദേശങ്ങളിൽ ഇവയുടെ ശരീരഭാഗങ്ങൾ ഔഷധമായി ഉപയോഗിക്കാമെന്ന തെറ്റായ വിശ്വാസം നിലനിൽക്കുന്നതിനാൽ അനധികൃത വേട്ടയാടൽ നടക്കുന്നു. കുഞ്ഞുങ്ങളെ പിടിച്ച് വളർത്തുമൃഗങ്ങളാക്കാനും ചിലർ ശ്രമിക്കുന്നു. ഇത് ഇവയുടെ സ്വാഭാവിക ജീവിതത്തെ ഗുരുതരമായി ബാധിക്കുന്നു. അതുകൊണ്ട് തന്നെ നിരവധി രാജ്യങ്ങൾ സൂര്യകരടികളെ സംരക്ഷിത ജീവികളായി പ്രഖ്യാപിച്ചിട്ടുണ്ട്. വന്യജീവി സംരക്ഷണ സംഘടനകൾ ഇവയുടെ സംരക്ഷണത്തിനായി പ്രവർത്തിക്കുന്നു. മഴക്കാടുകളുടെ സംരക്ഷണം, വേട്ടയാടൽ നിയന്ത്രണം, ജനങ്ങളിൽ ബോധവൽക്കരണം എന്നിവയാണ് പ്രധാന പ്രവർത്തനങ്ങൾ. പ്രകൃതിയിലെ ഓരോ ജീവിക്കും പ്രത്യേക പങ്കുണ്ടെന്ന തിരിച്ചറിവ് മനുഷ്യർക്കുണ്ടാകണം. സൂര്യകരടികളെ സംരക്ഷിക്കുന്നത് വനങ്ങളുടെ സംരക്ഷണത്തിനും സഹായകമാണ്. സൂര്യകരടികൾ മനുഷ്യരെ സാധാരണയായി ആക്രമിക്കാറില്ല. ഭീഷണി അനുഭവപ്പെടുമ്പോഴാണ് ഇവ ആക്രമണ സ്വഭാവം കാണിക്കുന്നത്. വനത്തിൽ ജീവിക്കുന്നതിനാൽ മനുഷ്യരിൽ നിന്ന് അകന്നു കഴിയാനാണ് ഇവ ഇഷ്ടപ്പെടുന്നത്. എങ്കിലും മനുഷ്യരുടെ ഇടപെടലുകൾ വർദ്ധിക്കുന്നതിനാൽ മനുഷ്യനും വന്യജീവികളും തമ്മിലുള്ള സംഘർഷം കൂടി വരുന്നു. വിദ്യാർത്ഥികൾക്കും പ്രകൃതി സ്നേഹികൾക്കും സൂര്യകരടികൾ ഒരു കൗതുകകരമായ പഠന വിഷയമാണ്. ചെറുതായ ശരീരത്തിൽ വലിയ ശക്തിയും അതിശയകരമായ ജീവൻ രക്ഷാ കഴിവുകളും ഇവയ്ക്കുണ്ട്. മരങ്ങളിലെ ജീവിത രീതി,
ഭക്ഷണ ശേഖരണം, രാത്രി സഞ്ചാരം തുടങ്ങിയവ വന്യജീവി ലോകത്തിന്റെ വൈവിധ്യം നമ്മെ ബോധ്യപ്പെടുത്തുന്നു. അവസാനമായി പറയുമ്പോൾ സൂര്യക്കരടി പ്രകൃതിയുടെ അപൂർവ സൃഷ്ടികളിലൊന്നാണ്. മഴക്കാടുകളുടെ സമതുലിതാവസ്ഥ നിലനിർത്തുന്നതിൽ ഇവ വലിയ പങ്ക് വഹിക്കുന്നു. വനങ്ങളും വന്യജീവികളും സംരക്ഷിക്കേണ്ടത് മനുഷ്യരുടെ കടമയാണ്. സൂര്യക്കരടികളുടെ ജീവിതശൈലി പഠിക്കുമ്പോൾ പ്രകൃതിയുമായുള്ള ജീവികളുടെ അടുപ്പം നമുക്ക് കൂടുതൽ മനസ്സിലാക്കാൻ കഴിയും. ഇവയെ സംരക്ഷിക്കുന്നതിലൂടെ ഭാവി തലമുറകൾക്കും ഈ അത്ഭുതകരമായ ജീവിയെ കാണാനും പഠിക്കാനും അവസരം ലഭിക്കും.